ഞാൻ നിങ്ങളുടെ സ്വന്തം ആൽബനി. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മറ്റൊരു ഫിസിയോ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത് നൊക്ടേണൽ മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പേശി വലിവ്, അതായത് മെയിനായിട്ട് നമ്മുടെ കാഫ് മസിലിനാണ് സാധാരണ ഈ പേശി വലിവ് സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത്. ഇത് കൊച്ചു കുട്ടികളിലുണ്ടാവാം, മുതിർന്നവരിലുണ്ടാവാം, ഗർഭിണികളിലുണ്ടാവാം, പ്രായമായ ആളുകളിലുണ്ടാവാം. ഇത് പല കാരണങ്ങളുണ്ട്, പക്ഷെ കാരണങ്ങളില്ലാതെയും വരാം. അതായത് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, അതായത് നമ്മുടെ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇത് വരാം. അതുകൊണ്ട് ദിവസം നമ്മളൊരു 8 മുതൽ 10 ഗ്ലാസ് വരെ ദിവസം വെള്ളം കുടിക്കുകയാണെങ്കിൽ സാധാരണ ഒരു മാറ്റം വരുന്നതായിരിക്കും. പിന്നെ സാധാരണ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ്, അതായത് നമ്മുടെ കാൽസ്യം, മഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങളുടെ അതായത് കുറവ് മുഖാന്തരവും പേശിവലിവ് ഉണ്ടാകും. പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ രീതിയിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് ഇത് സാധാരണ ഈ മസിൽ ക്രാമ്പ് സാധാരണ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓരോ മസിലിനും ഒരു ലെങ്ത് ഉണ്ട്. എല്ലാ മസിലിനും ഒരു ലെങ്ത് ഉണ്ട്. ഈ ലെങ്ത് ഇപ്പോൾ എൻ്റെ ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ്. ഞാനിപ്പം വേഗമായിട്ട് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലാതെ ഇതിൻ്റെ മസിലിൻ്റെ ഒറിജിനൽ ഇൻസേർഷൻ ഒന്നും പറയേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ ബൈസെപ്സ് എന്ന് പറഞ്ഞ മസിൽ എന്ന് പറഞ്ഞാൽ ഈ മസിലാണ് ബൈസെപ്സ്. ഇതിന് നോർമലായിട്ട് ഒരു ലെങ്ത് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൈമുട്ട് മടക്കുമ്പോൾ ഈ മസിലിൻ്റെ ലെങ്ത് കുറഞ്ഞ് ഈ മസിൽ ഉരുണ്ടുകൂടി വിട്ടിരിക്കുക. അതാണല്ലോ മസിലിൻ്റെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തിന് വരുന്നത്. അപ്പോൾ ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന വോളണ്ടറി ആയിട്ട് എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ കൈ മടക്കുന്നതും എൻ്റെ കൈ നിവർക്കുന്നതും. ഈ നിയന്ത്രണത്തിൽ വരുമ്പോൾ ഈ മസിൽ ഞാൻ മടക്കുമ്പോൾ കൈ മടക്കുമ്പോൾ ഈ മസിൽ കൺട്രാക്റ്റഡ് ആയി ഞാൻ കൈ നിവർക്കുമ്പോൾ നോർമൽ ലെങ്തിലേക്ക് ഈ മസിൽ തിരികെ പോവുകയും ചെയ്യുന്നു. പക്ഷേ ഈ മസിൽ ക്രാമ്പ് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഈ മസിൽ കൺട്രാക്ട് ചെയ്യുക. അതായത് കാലിലാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് കൈയുടെ ഡെമോ കാണിച്ചതേ ഉള്ളൂ. അതായത് കാലിലുള്ള കാഫ് മസിൽ അറിയാതെ കൺട്രാക്ട് ചെയ്യുക, മസിൽ ചുരുങ്ങും പക്ഷേ തിരിച്ചു പോവില്ല. അതാണ് ഈ ക്രാമ്പ് വരാനുള്ള കാരണം. അപ്പോൾ നമുക്കതിന് നോർമൽ ലെങ്തിലേക്ക് നമുക്ക് തിരിച്ചെത്തിക്കണം. തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ ഈ മസിൽ ക്രാമ്പ് സാധാരണ രീതിയിൽ മാറുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാവുന്നൊരു കാര്യം, അതായത് ഇത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ടും മസിൽ ക്രാമ്പ് വരാം. ഞാനീ പറയുന്ന ടെക്നിക്സ് ചെയ്തിട്ടും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല ന്യൂറോളജിക്കൽ കണ്ടീഷൻ, നമ്മുടെ പാർക്കിൻസോൺസും അതുപോലെയുള്ള പല കണ്ടീഷൻസ് കൊണ്ടും ഈ മസിൽ ക്രാമ്പ് ഉണ്ടാകും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണങ്ങളും ഇല്ലാതെ വരുന്ന മസിൽ ക്രാമ്പും ഉണ്ട്, ചെറിയ കാരണങ്ങൾ കൊണ്ട് വരുന്ന മസിൽ ക്രാംസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ഈ ചെറിയ ടെക്നിക്സ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവർ കിടക്കുന്നതിന് മുമ്പ് സാധാരണ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് നമുക്ക് മസിൽ ക്രാംസ് വരുന്ന ആളാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വരാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ രാത്രി കിടക്കുമ്പം നമ്മുടെ കാലിൻ്റെ എല്ലാ മൂവ്മെൻറ്റും നമ്മളൊന്ന് ചെയ്യുക. കണ്ടോ, അത് നമ്മളിതിന് പ്ലാന്റർ ഫ്ലെക്ഷൻ, ഡോഴ്സി ഫ്ലെക്ഷൻ, ഇൻവേർഷൻ എന്നൊക്കെ പറയും. നിങ്ങളിതൊന്നും ആലോചിക്കേണ്ട. നമ്മൾ കാല് താഴേക്ക് ഇതാക്കുക, മുകളിലേക്ക് കൊള്ളുക, കാല് ജസ്റ്റ് നമ്മൾ കറക്കണ്ടോ, കാല് കറക്കുക. ഇങ്ങനെ കാലിൻ്റെ ആക്ടിവിറ്റി, അതായത് പാദം കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാഫ് മസിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിൻ്റെ സ്ട്രെച്ചിങ് ആണ്. കാഫിൻ്റെ സ്ട്രെച്ചിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു ഷോൾ എടുക്കുക. ഇതെല്ലാം ബെഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാനൊന്ന് ഡെമോ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എപ്പോൾ നമ്മൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ബെഡിൽ നിന്ന് ചെയ്യുക. കാരണം രാത്രി നമുക്ക് മസിൽ ക്രാംസ് വരും, നമുക്കൊരു ഐഡിയ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യം. കണ്ടോ, ഇങ്ങനെ ബാക്ക് റെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് തന്നെ ഹെഡ് റെസ്റ്റിനോടെ ഇങ്ങനെ ബാക്ക് റെസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇതിങ്ങനെ വലിക്കുക. കണ്ടോ, ഈ സെയിം, അതായത് ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ കാഫ് മസിലിന് സ്ട്രെച്ച് കിട്ടും. അത് കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ഇവിടെ നിന്നും വരെയുള്ള മസിൽ നമുക്ക് സ്ട്രെച്ച് കിട്ടും. ആ സ്ട്രെച്ച് ഒരു 10 സെക്കൻഡ്സിലേക്ക് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4 അങ്ങനെ 10 വരെ കൗണ്ട് ചെയ്യുക. ദെൻ റിലീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും വലിക്കുക, 10 സെക്കൻഡ് വലിക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 3-4 തവണ നിങ്ങൾ ചെയ്യും. പിന്നെ ഒരു സെൽഫ് സ്ട്രെച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാല് തന്നെ ഇങ്ങനെ എടുത്ത് നിങ്ങളുടെ കാലിൻ്റെ മുകളിൽ വെക്കുക. ഇത് ബെഡിൽ നിന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയറിൽ നിന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ ഉപയോഗിച്ച് ഇങ്ങോട്ട് വലിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ വലിവല്ല, നമ്മുടെ കാഫ് മസിലിന് ഈ പോർഷനിൽ വലിവ് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ വലിക്കുക.
പിടിയിട്ടുണ്ടോ. ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് ചെയ്തിട്ട് വേണം സാധാരണ ഇതിൽ കിടക്കാൻ. പിന്നെ വേറൊരു ടെക്നിക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. അത് ഭിത്തിയുടെ സൈഡിൽ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന സ്ട്രെച്ചിങ് ആണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ അല്ലെങ്കിൽ നമ്മുടെ രാത്രിയിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു മസിൽ ക്രാമ്പ് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മസിൽ ക്രാമ്പ് വന്ന ശേഷം ഇതുവരെ മസിൽ ക്രാമ്പ് ഉള്ള ആളുകൾക്ക് മസിൽ ക്രാമ്പ് വരാതിരിക്കാനുള്ള എക്സസൈസാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്താ പറയുക, പതോളജി ഒന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതുകൊണ്ട് മാറേണ്ട കേസേ ഉള്ളൂ. പിന്നെയും ഇത് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. കാര്യം ഡയഗ്നോസ് ചെയ്യണം, എന്താണ് കണ്ടീഷൻ ഉള്ള കാര്യം ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ പറ്റുള്ളൂ. ഇതിപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഉള്ള മാറാവുന്ന ചെറിയ ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അടുത്ത ഒരാൾക്ക്, നമ്മളുള്ള വീട്ടിലൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറയുന്നത്. അതൊന്നുമില്ല, ഈ സെയിം സ്ട്രെച്ച് തന്നെ അവർക്ക് ആ സമയത്ത് മസിൽ ക്രാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പേശി വലിവിൻ്റെ സമയത്ത് അവർക്ക് അത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതിഭയങ്കരമായ വേദനയുള്ളൊരു കേസാണ് മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ആ സൈഡിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. ഞാൻ പഴയ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു ഹീൽ പെയിന് വേണ്ടി നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉപ്പൂറ്റിയുടെ അടിയിൽ നമ്മുടെ കൈ വെക്കുക എന്ന്. ഇത് അവരുടെ കാലാണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ കൈ, നമ്മൾ എണീറ്റ് നിൽക്കണം. നമ്മൾ എണീറ്റ് നിന്നിട്ട് അവരുടെ ഉപ്പൂറ്റിയുടെ അടിയിൽ നമ്മുടെ കൈ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് അവരുടെ കാല് നല്ലപോലെ പുറകിലേക്ക് വലിക്കുക. നല്ലപോലെ പുറകിലേക്ക് വലിച്ച് അതൊരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സ് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുക, പതുക്കെ വിടുക. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ഈ സെയിം നമ്മൾ നേരത്തെ കിടക്കാനതിന് മുമ്പ് ചെയ്ത എക്സസൈസിൻ്റെ സെയിം എഫക്റ്റാണ് ഇവിടെ കിട്ടുന്നത്. പാസീവായിട്ട് ചെയ്യുന്നത് മാത്രം മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ മസിലിൻ്റെ ഒറിജിനൽ ആ ഒരു ലെങ്തിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന മസിൽ ക്രാംസിന്, അല്ലെങ്കിൽ ഇതിന് പേശി വരുമെന്ന് മലയാളത്തിൽ പറയും. സാധാരണ ഞങ്ങളുടെ കൂട്ടുകാർക്ക് മസിൽ പിടിക്കുക, മസിൽ കയറുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഈ കണ്ടീഷൻസിന് സാധാരണ ഇതിൽ ചെയ്യുന്ന ടിപ്സാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ ഇടുന്നതനുസരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.